ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ എനർജി എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് സൺ കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ വളരെ സക്സസ്ഫുള്ളാണ്. അതുപോലെ നമ്മൾ ഉയരങ്ങളിൽ നിന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുക. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് എന്തെല്ലാം മേഘാവൃതമായിട്ടുള്ളൊരു ആകാശമാണെങ്കിൽ അതിൽ നിന്നെല്ലാം തെളിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഈ സൺ കാർഡ് എന്ന് പറയുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ്. വളരെ ഹാപ്പി ആയിട്ടൊരു യാത്ര പോകുന്ന ഒരു എനർജിയാണ് സൺ കാർഡ് എന്ന് പറയുന്നത്. പുതിയ തുടക്കത്തിൻ്റെയാണ്, പുതിയ തുടക്കങ്ങളുടേതാണ്. ബിക്കോസ് ഇത് നമ്മുടെ പാസ്റ്റിലുള്ള കുറേ അധികം കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ആയതിനു ശേഷം നമ്മൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട്, വളരെ നിഷ്കളങ്കമായിട്ട് നമ്മളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതിന് ഒരു എനർജിയാണ് ഈ പറഞ്ഞ സൺ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും. എന്ത് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ കൂടി ദിവസമാണെന്നാണ് സൺ കാർഡ് പറയുന്നത്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, വളരെ വൈബ്രൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. ഓക്കെ, 2 ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി കിട്ടുക എന്നൊക്കെയുള്ളതാണ്. അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തി നല്ലതാണോ, അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റൽ ഡേ നമ്മൾ പറയത്തില്ലേ, ആ ദിവസമാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ ഇന്ന് ഓഡിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് മറ്റുള്ളവരാലായിരിക്കാം, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ജഡ്ജ്മെൻ്റൽ ഡേ ആയിട്ട് കാണുന്നുണ്ട്. കോടതി വിധി, കേസ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ജഡ്ജ്മെൻറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വയലേഷൻസ് ഒന്നും ചെയ്യാതെ നമ്മൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം, നല്ലതാണോ അല്ലെന്ന് മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. നമ്മളും കുറച്ച് ജഡ്ജ്മെൻറ്റലായിരിക്കും, മറ്റുള്ളവരോട് നമ്മൾ ജഡ്ജ്മെൻറ്റലായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, 2 മേജർ അർക്കാന കാർഡാണല്ലോ. പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്കൊരു യങ്ങറായിട്ടുള്ളൊരു എനർജി, ഒരു യങ്ങർ എനർജി നിങ്ങളിലേക്കൊരു ഓഫർ തരുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു സർപ്രൈസ് കിട്ടാം, ഒരു ഗിഫ്റ്റ് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആൾ തന്നെ ആയിരിക്കും. ഒരു ഫ്ലർട്ടി എനർജിയാണ്, ഒരു യങ്ങർ എനർജിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ ക്രിയേറ്റീവായിട്ടിരിക്കാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഈ പേജ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് വീണ്ടും ലൈഫിനെ തിരിച്ചു വിടാതിരിക്കുക, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ലൈഫിന് തീരുമാനങ്ങൾ എടുക്കുന്നതും ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇമ്മച്യൂർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളെ വീണ്ടും കുഴപ്പത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പേജ് ഓഫ് കപ്പ് നിങ്ങൾക്കൊരു ഫ്ലർട്ടി എനർജി അല്ലെങ്കിൽ ഒരു യങ്ങർ എനർജിയിൽ നിന്നൊരു ഓഫർ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബോൾഡായിട്ടിരിക്കുക, ജഡ്ജ്മെൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വഴിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പലതരത്തിലുള്ള പല പ്രലോഭനങ്ങളും ലൈഫിൽ വരും. അതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് കാര്യത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി മറ്റു കാര്യങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി, ജോബ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഒരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക, ഇപ്പോൾ ഒരു ജോബ് ഓഫർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ആരെങ്കിലും ഇൻറ്റിമേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുക, അവർക്ക് നിങ്ങളോട് ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നുക, നിങ്ങൾക്ക് ആ സെയിം ഫീലിംഗ് തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഇമ്മച്യൂർ റിലേഷൻഷിപ്പാണ്, അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ബോൾഡായിട്ടിരിക്കണം എന്നാണ്. അത് തന്നെയാണ് പറയുന്നത് ക്വീൻ ഓഫ് വാൺസ്. ഇന്ന് നിങ്ങൾ വളരെയധികം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും, ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കും, വളരെ ഷാർപ്പൻഡ് ആയിരിക്കും, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അതുപോലെ വളരെ സ്നേഹമുള്ള ഒരു അമ്മയെ പോലെ ആയിരിക്കും, നർസറിങ് മദറിനെ പോലെ ആയിരിക്കും, ലവിങ് ആയിരിക്കും, കെയറിങ് ആയിരിക്കും, ഹീലിംഗ് ഉള്ളതായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഭയങ്കര മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മറ്റു ഉദാത്തമായ ചിന്തകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അതാണ് ക്വീൻ ഓഫ് വാൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം നമ്മളിലേക്ക് വരുന്നു എന്നാണ്. പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണം
ഓപ്പൺ പറയുക. പണം ധാരാളമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണം ധാരാളമായിട്ട് വന്ന് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്യൂച്ചറിൽ പണം കിട്ടാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ഓൺടർപ്രണർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങുക. എന്തെങ്കിലും ഒരു നമ്മൾ പിന്നീട് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നൊരു വിത്ത് കുഴിച്ചിടുന്ന എനർജിയാണുള്ളത്. അപ്പോൾ പിന്നീട് പണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത്. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസിൽ ഒരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിന്ന് പണം ധാരാളമായി നിങ്ങളിലേക്ക് വരും എന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അതായത് ഇന്ന് ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മൾട്ടി ടാസ്കിങ്ങിൻ്റെ ദിവസമാണ്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ദിവസമാണ്, അതുപോലെ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസും മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഉള്ള ദിവസമാണ്. ഇല്യൂഷൻ്റെ ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ വരിക. അതുപോലെ നമുക്ക് ചോയ്സ് എടുക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകുമെന്ന് പേടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇന്ന് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുക, ചെയ്യുക, അങ്ങനെ ഒരു എനർജി ഉണ്ട്. വീട് പണിയായിരിക്കാം. വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പ് നമ്മളിന്ന് വെക്കുന്നുണ്ടായിരിക്കും. ചിലപ്പം വീട് പണി സ്റ്റാർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ വീട്ടിലെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ഒരു പുതിയ ന്യൂസ് നമുക്ക് കിട്ടുമോ, ലോൺ എടുക്കുമോ, അല്ലെങ്കിൽ ലോൺ പാസ്സാവുമോ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ സക്സസ്ഫുൾ ഒക്കെ ആവുന്നൊരു എനർജിയാണ് ഈ 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഓർത്ത് സക്സസ്ഫുൾ ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും മറ്റ് പല കാര്യങ്ങളുമാണ് കേട്ടോ. ചിലപ്പോൾ സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു പുതിയ ബന്ധം വരാൻ സാധ്യതയുണ്ട്, റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. അതായത് ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. ചിലപ്പോൾ നിങ്ങളിന്നൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടായിരിക്കും, യാത്ര പോകുന്നുണ്ടായിരിക്കാം. പാരമ്പര്യ സ്വത്ത് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ വാങ്ങിച്ച സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ വസ്തുവിലേക്കൊക്കെ പോവുക, അവിടെയൊക്കെ പോയി അതിനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നൊക്കെ ഒരു എനർജി ആവാൻ സാധ്യതയുണ്ട്. അതാണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പൈസയ്ക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു. പണം കുറച്ച് ആളുകൾക്ക് കുറച്ച് പണത്തിനൊരു ഷോർട്ടേജ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, പക്ഷെ അത്രയും പൈസ നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പൈസ കയ്യിലില്ലല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾ പിശുക്കി ചിലവാക്കത്തില്ലേ, അതാണ്. അതായത് പൈസ തീർന്നു പോയല്ലോ എന്ന് വിചാരിച്ചാൽ ചിലപ്പം വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല, കയ്യിൽ ഇത്രയും പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൈസ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, ഇത് തീർന്നു പോകാണല്ലോ, ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഈ പണത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കുവാണ്, പോകാൻ അനുവദിക്കുന്നില്ല. ഒരുതരം മൈസേർലി എനർജിയാണ്, ഒരുതരം പിശുക്ക് കാണിക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളൊരു എനർജിയാണ്, അതിനെ ഫ്ലോ ചെയ്യാൻ വിടുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യാതിരിക്കുകയും എന്നാൽ അപ്പുറത്തുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കിങ് ഓഫ് സോഡ്സ് ആണ്. ഒരു വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ള പോലെ കാണുന്നുണ്ട്. അതുപോലെ ഇമോഷണലി അല്ലാതെ തലച്ചോറ് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക, കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനം എടുക്കുക, പെട്ടെന്ന് മുറിരണ്ടെന്ന് പറയില്ലേ, അതൊക്കെ പോലെയാണ്. അതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുക, പക്ഷം ചേരാതിരിക്കുക, വഴക്കുകളിൽ നമ്മൾ ആരുടെയും ഭാഗം ചേരാതിരിക്കുക, ഇതൊക്കെയാണ്. നമ്മളെ ആരെങ്കിലും സ്കോൾഡ് ചെയ്യുക, വഴക്ക് പറയുകയൊക്കെ ചെയ്യുക, അപ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യം തോന്നുക, നമ്മുടെ ഈഗോ ഹേർട്ടാവുക, ഇതൊക്കെയാണ് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി പറയുന്നത്. 6 ഓഫ് വാണ്ട്സ് ആണ്. വീണ്ടും ഒരു റീയൂണിയനിലേക്ക് പോകുന്നു, പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പേരിൽ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നല്ല വാക്ക് പറയുന്നത് കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പബ്ലിക്കലി റെക്കഗ്നൈസ്ഡ് ആവുന്നു, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു, മറ്റുള്ളവർ നിങ്ങളുടെ കഴിവിനെ ആദരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഈ പറയുന്ന 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു റീയൂണിയൻ്റെ കാർഡുമാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങൾ ചിലപ്പോൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുന്നു എന്നാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് വാണ്ട്സ് ആണ്. ഇത് ആരെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ആരെയോ അന്വേഷിക്കുകയാണ്, നിങ്ങൾ കാത്തിരുന്ന ആൾ വരുന്നുണ്ടാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ നോക്കിയിരിക്കുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിരുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല, അപ്പോൾ അവർ ഓൺലൈൻ വരുന്നുണ്ടോ എന്ന് നോക്കുക, അവരുടെ സ്റ്റാറ്റസ് അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇത് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ
സമയം സ്പെൻഡ് ചെയ്യുന്നൊരു കാർഡാണ്. ഇത് കണ്ടില്ലേ, നോക്കിയിരിക്കുന്നത് ഗ്ലോബിലേക്കാണ് അല്ലെങ്കിൽ ഓൺ വെബാണ്. ഓക്കെ, ഇവർ നോക്കുന്നത് വെബിലേക്കാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഇവർ ഷീ ഈസ് ലുക്കിംഗ് ഫോർ സംതിങ് ആൻഡ് ഓർ ഷീ ഈസ് സെർച്ചിങ് ഫോർ സംതിങ് ഫ്രം ദ വെബാണ്. അപ്പോൾ അവർ ഇൻ്റർനെറ്റിൽ എന്തോ സെർച്ച് ചെയ്യുവാണ്. ഇൻ്റർനെറ്റിൽ എന്താണ്, മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ ആയിരിക്കും, അല്ലെങ്കിൽ ഷീ ഈസ് സെർച്ചിങ് ഫോർ സംതിങ്സ് ദാറ്റ് ഷീ വാണ്ട്സ് ടു ബൈ. അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റാൻഡം ചെക്ക് ചെയ്ത് സ്ക്രോളിങ് അപ്പ് ആൻഡ് സ്ക്രോളിങ് ഡൗൺ ആണ്, വെറുതെ ഇങ്ങനെ സമയം കളയുക എന്നുള്ളതാണ്. അതുപോലെ ചിലപ്പോൾ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നതാവാം, അയാളുടെ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാവാം. ലാസ്റ്റ് സീൻ കാണുന്നുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത് നോക്കിയിരിക്കുന്നതായിരിക്കും. അയാളുടെ സ്റ്റേറ്റസ് അപ്ഡേഷൻ വരുന്നുണ്ടോ നോക്കുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇവരെ തേടുന്നതായിരിക്കാം, ചാറ്റ് നോക്കുന്നതായിരിക്കും, ഫോട്ടോസ് നോക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയെ തേടുന്നതാണ് ചാറ്റിൽ. മീൻസ് ഓൺ വെബ് ഒരു പേഴ്സണെ ചിലപ്പം മിസ് ചെയ്യുന്നത് കൊണ്ട് അവരെ സെർച്ച് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എന്താണ് ഈ പർച്ചേസിങ് സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് കാർട്ടിലിടുക, വീണ്ടും സെർച്ച് ചെയ്യുക, കാർട്ടിലിടുക, ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് പോകുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ വഴക്കുണ്ടാക്കി ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ 2 വീട്ടിലേക്ക് താമസം മാറുക, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുക, പണമില്ല എന്നുള്ള തോന്നൽ വരിക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുക, കൈക്കും കാലിനൊക്കെ വേദന, ഷോൾഡറൊക്കെ പെയിന്, കഴുത്തിന് വേദന, അങ്ങനെയൊക്കെ വേദനകളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അതിനുള്ളിൽ ട്രാപ്ഡായി പോകുന്ന ഒരു എനർജിയാണ്. അപ്പം നമ്മൾ ഒരു ട്രാപ്പിനുള്ളിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും അതിനെ ഓപ്പൺ ചെയ്ത് പുറത്ത് വരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ട്രാപ്പിന് പുറത്തിറങ്ങിയെന്നോ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് അത് ഓപ്പൺ ചെയ്യാനുള്ള വഴി മനസ്സിലാവത്തുള്ളൂ. അപ്പം അത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ എല്ലാം നമ്മൾ നള്ളിഫൈ ചെയ്യണം. നമ്മളതിനെ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം എപ്പോഴും എല്ലാത്തിലും പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം ഹാപ്പി, ഐ ആം റിച്ച്, ഐ ആം പോസിറ്റീവ്, ഐ ആം ഹെൽത്തി ആൻഡ് ഐ ആം വെൽത്തി ആൻഡ് ഐ ആം സക്സസ്ഫുൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ അഫർമേഷൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിങ്ങനെ നിങ്ങളെ പോസിറ്റീവായിട്ട് അതെങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഐ ആം ഹാപ്പി, ഐ ആം പോസിറ്റീവ്, ഐ ആം റിച്ച്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി ആൻഡ് ഐ ആം സക്സസ്ഫുൾ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. നമ്മൾ ആർക്കും ഒരു ദോഷം വരുത്തുന്നില്ല, ആരെയും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ആരോട് മത്സരിക്കാൻ പോകുന്നില്ല, ആരോട് വഴക്കിന് പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ നമ്മളെ പോസിറ്റീവാക്കി വെക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അതിലൂടെ നമ്മൾ നമ്മുടെ എനർജി വൈബ്രേഷൻസ് ഉയർത്തുന്നു. അതിലൂടെ നമുക്ക് കിട്ടാനുള്ള വൈബ്രേഷൻസിനെ അട്രാക്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. വേറെ ആർക്കും ഒരു ഉപദ്രവവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഇല്ല എന്നൊരു ചിന്ത മനസ്സിൽ വരികയേ വേണ്ട. നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് വന്ന് ചെയ്ത് നമ്മളതിനെ മാക്സിമം നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടി ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി സൺഡേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.